ഇപ്പോൾ നേമമണ്ഡലം ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചിരിക്കുകയാണ്. MS വീണ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വീണ, പറയൂ, എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? നിലിമ, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് നേമമണ്ഡലം. നേമമണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി NDAയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ മണ്ഡലത്തിൽ സജീവമാണ്. ജനകീയ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നുണ്ട്. ഒരുപാട് വോട്ടർമാരുമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കൂടി തേടുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഓരോ വ്യക്തികളെ, ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് അവരോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി ജനകീയ വിഷയങ്ങളോടൊപ്പം തന്നെ നാട്ടിൽ നിലനിൽക്കുന്ന വികസന മുരടിപ്പിന് അത് അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. വികസിത കേരളം എന്നത് യാഥാർത്ഥ്യമാക്കുക, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. വലിയൊരു സ്വീകാര്യതയാണ് നമുക്ക് ഈ ആദ്യഘട്ടത്തിൽ തന്നെ, തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. വോട്ട് തേടിയുള്ള പ്രചരണം അങ്ങനെ ശക്തിയായി നടക്കുകയാണ്. വോട്ടർമാരെ കാണുന്നുണ്ട് നേരിട്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. അല്ല, ഒരുപാട് കാര്യങ്ങൾ അവർക്കും പറയാനുണ്ട്, എനിക്കും പറയാനുണ്ട്. ഞാൻ പറയുന്നതും പാർട്ടി പറയുന്നതും ഒന്നാണ്. ഈ ഒരു ഇലക്ഷൻ, വരാൻ പോകുന്ന ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. നാടിൻ്റെ ഭാവി തീരുമാനിക്കേണ്ട ഇലക്ഷനാണ്. നിയമത്തിൻ്റെ ഭാവി തീരുമാനിക്കേണ്ട ഇലക്ഷനാണ്. അപ്പോൾ ആ മാറ്റം കൊണ്ടുവരാൻ ആണ് ഈ ഇലക്ഷൻ. അപ്പോൾ ഞാൻ തയ്യാറാണ്. നിയമത്തിൻ്റെ ഭാവിക്കും വേണ്ടി, നിയമത്തിൻ്റെ വികസനത്തിന് വേണ്ടി അധ്വാനിക്കാൻ തയ്യാറാണ്. അതിനൊരു കാഴ്ചപ്പാടുണ്ട്. നരേന്ദ്രമോദിജീൻ്റെ പിന്തുണയുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, എനിക്കൊരു അവസരം തരൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്തവണ ആ ഒരു അവസരം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാര്യം വികസന പല പദ്ധതികൾ പ്രഖ്യാപിച്ചുവെങ്കിൽ ഇവിടെ നടപ്പാക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് 100% കറക്റ്റാണ്. ഇത് നിയമത്തിൽ മാത്രമല്ല, മൊത്തം കേരളത്തിൽ അതാണ് ഞാൻ കാണുന്നത്. ഞാൻ ഏറെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ധർമ്മടത്തിൽ പോയി. 5000 പേര് വന്നു അദാലത്തിൽ. അവർക്ക് കുടിവെള്ളമില്ല, വീടില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, റോഡില്ല, തൊഴിലില്ല. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ആയി പറവൂർ പോയി. അതുപോലെ തന്നെ അവിടുത്തെ സ്ഥിതിയും. അപ്പോൾ വികസനം വിട്ട് ഈ വിവാദ രാഷ്ട്രീയം ചെയ്യുന്ന കോൺഗ്രസും CPM ആണ് ഇവിടെ ഭരിച്ചിരിക്കുന്നത്. അത് ജനങ്ങളുടെ ആവശ്യമാണ് മാറ്റണമെന്ന്. അപ്പോൾ BJP NDA തയ്യാറാണ് ആ വികസനത്തിന് വേണ്ടി അധ്വാനിക്കാനും ഒരു പുതിയ വികസന രാഷ്ട്രീയം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, കഴിവുണ്ട്. 10 കൊല്ലമായിട്ട് നരേന്ദ്രമോദി അതാണ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു അവസരം തരുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. തീർച്ചയായും തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഒരു വിജയം ആവർത്തിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ. കാരണം ജനങ്ങൾ മാറ്റത്തെ ആഗ്രഹിക്കുന്ന, വികസനത്തിനൊപ്പമാണ് ആ ഒരു മാറ്റം. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ആ ഒരു വിജയം, അതിൻ്റെ ഒരു തുടർച്ച തന്നെ നിയമ മണ്ഡലത്തിൽ കാണാൻ സാധിക്കുമല്ലോ. അത് എനിക്കൊരു സംശയമില്ല. കാരണം ജനങ്ങൾ മടുത്തു. ഈ 70 കൊല്ലം അവരെ തലയിൽ കെട്ടിവെച്ച ഈ വിവാദ രാഷ്ട്രീയം, പ്രീണന രാഷ്ട്രീയം, അഴിമതി രാഷ്ട്രീയം, കോൺഗ്രസ് CPMൻ്റെ രാഷ്ട്രീയം, ജനങ്ങളത് കേട്ട് കണ്ട് സഹിച്ച് മടുത്തു. ഇനിയിപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു അധ്വാനിക്കുന്നതും പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ചെയ്യുന്ന ഒരു BJP NDA ആണ്. അപ്പോൾ അത് ഇവിടുന്ന് തുടങ്ങട്ടെ എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നമ്മൾ നോക്കുകയാണെങ്കിൽ മണ്ഡലത്തിൽ ഒരു MLA മാത്രമല്ല, മന്ത്രി കൂടിയാണ് ആ ഒരു MLA. എന്നിട്ട് പോലും മണ്ഡലത്തിൽ ആ ഒരു വികസനം, അതും ഭരണസിരാ കേന്ദ്രത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു മണ്ഡലത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ കേരളത്തിന്റെ മുഴുവൻ സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അത് 100% കറക്റ്റാണ്. ഇവരെല്ലാം മന്ത്രിയായി, MLA ആയി, കൊല്ലായിട്ട് കുത്തിയിരുന്ന് ഒന്നും ചെയ്യാണ്ട ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. അത് പ്രതിപക്ഷ നേതാവാണെങ്കിൽ 20 കൊല്ലമായിട്ട് MLA, മുഖ്യമന്ത്രിയാണെങ്കിൽ എത്ര കൊല്ലമായിട്ട് MLA, ഇവിടുത്തെ MLA ശിവൻകുട്ടി എത്ര കൊല്ലമായിട്ട് MLA ആണ്. അതിനു മുമ്പ് മേയറായിരുന്നു. പക്ഷേ വികസനം ഒന്നും നടക്കുന്നില്ല, വികസനം നടന്നിട്ടില്ല. അപ്പോൾ അതെല്ലാം എത്ര കൊല്ലം ജനങ്ങൾ സഹിക്കും? ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ കേരളം മുമ്പോട്ട് പോകണ്ടേ? നമ്മുടെ കുട്ടികൾക്കൊരു നല്ല ഭാവി സൃഷ്ടിക്കണ്ടേ? ഇവരെല്ലാം എത്രയോ തവണ ജനങ്ങൾ അവസരം കൊടുത്ത് ഒന്നും ചെയ്തിട്ടില്ല. അതിനെയാണ് മാറ്റേണ്ടത്. ആ രാഷ്ട്രീയ സംസ്കാരം നമ്മൾ മാറ്റണം. ഒരു പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് രാഷ്ട്രീയ സംസ്കാരം ഇവിടെ കൊണ്ടുവരണം. അത് BJP NDAക്ക് മാത്രമേ കഴിയുള്ളൂ. തീർച്ചയായും ആ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട്, മാറ്റം ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം MLA അടക്കം മന്ത്രി കൂടിയായ MLA ഉള്ളിടത്ത് പോലും ഇതുമായി ബന്ധപ്പെട്ട് വികസനം നടക്കുന്നില്ല എന്നുള്ളതാണ്. ഓരോ വോട്ടർമാരും അദ്ദേഹത്തെ കൈകൂപ്പി വണങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വരവ്, അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുന്നത് കാത്തു നിൽക്കുന്ന വ്യാപാരികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ വർഷങ്ങളായി അനുഭവിക്കുന്ന, അവർ വർഷങ്ങളായി നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അവർ രാജീവ് ചന്ദ്രശേഖരനോട് പങ്കുവയ്ക്കുകയാണ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അവസാനം വേണം. ഒപ്പം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ BJP നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസനത്തിന്റെ തുടർച്ച, അത് നിയമസഭയിലും
MLA ആയി എത്തി ഒരു BJPയുടെ വികസനം വേണമെന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത്. കൂടാതെ തന്നെ ഇന്നിപ്പോൾ നിയമമണ്ഡലത്തിലെ തിരുമല ജംഗ്ഷനിൽ നിന്നാണ് ഈ ഒരു വോട്ടർമാരെ കാണുന്ന ഒരു സ്ഥാനാർത്ഥി പര്യടനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കരമന വരെ കാണും. സാധാരണ നമ്മൾ കാണുന്നത് മറ്റു പാർട്ടികളിലൊക്കെ സമാനമായി നമ്മൾ കാണുന്നത് ജീപ്പുകളിലൊക്കെ അല്ലെങ്കിൽ വാഹനങ്ങളിലൊക്കെ സഞ്ചരിച്ചുകൊണ്ട് റോഡ് ഷോയൊക്കെ നടത്തുന്ന സ്ഥാനാർത്ഥികളാണെങ്കിൽ ഇദ്ദേഹം കാൽനടയായി ഓരോ സ്ഥാനാർത്ഥികളുടെ അടുത്തെത്തുന്നു. ഈ തിരക്കുള്ള ജംഗ്ഷനിൽ കൂടെ തന്നെയാണ് അദ്ദേഹം നടന്നെത്തുന്നു. അവരോട് നേരിട്ട് സംവദിക്കുന്നു, അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു, സ്ഥാനാർത്ഥിയാണ്, വോട്ട് അഭ്യർത്ഥിക്കുന്നു. അവരൊക്കെ കാത്തു നിൽക്കുകയാണ്. പുഞ്ചിരിയോട് കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിനെ വണങ്ങുന്നതുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ ഒരു BJPയുടെ ഈ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പര്യടനം, വോട്ട് അഭ്യർത്ഥനയൊക്കെ വളരെ മികച്ച രീതിയിലാണ് നടക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നീലിമ.